കോൺഗ്രസ് ഗ്രൂപ്പ് പോര് തെരുവ് യുദ്ധത്തിൽ കൊല്ലത്തെ DCC ഓഫീസിൽ രാജ്മോഹൻ ഉണ്ണിത്താന് നേരെ കയ്യേറ്റവും ചീമുട്ടയേറും. കെ മുരളീധരന്റെ അനുകൂലികൾ ഉണ്ണിത്താന്റെ കാർ തകർത്തു. കൊല്ലം DCCയിൽ കോൺഗ്രസ് ജന്മദിന ആഘോഷവേളയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. DCCയിലേക്ക് എത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെ ഒരു വിഭാഗം റോഡിൽ തടഞ്ഞ് കയ്യേറ്റം ചെയ്യുകയും കാർ അടിച്ചു തകർക്കുകയും ചെയ്തു. ചീമുട്ടയേറും കല്ലേറും ഇതിനിടയിലുണ്ടായി. രാജ്മോഹൻ ഉണ്ണിത്താന്റെ കയ്യിലും ശരീരഭാഗങ്ങളിലും പരിക്കുപറ്റി. കോൺഗ്രസ് പ്രവർത്തകരുടെ സംരക്ഷണത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ കാറിൽ നിന്ന് പുറത്തിറക്കിയത്. മദ്യലഹരിയിൽ തന്നെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ച ഗുണ്ടകളെ അയച്ചത് കെ മുരളീധരനാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. 2004 ഇന്ദിരാഗാന്ധി പ്ലാനറ്റേറിയത്തിൽ KPCCയുടെ നിർവാഹക സമിതി യോഗത്തിൽ അന്നത്തെ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ PP തങ്കച്ചൻ ക്ഷണിച്ചതനുസരിച്ചിട്ടാണ് ഞാനും ശരത്ചന്ദ്ര പ്രസാദും അവിടേക്ക് പോയത്. അദ്ദേഹം ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ അന്ന് അവിടെ വന്നതാണ്. ഞങ്ങളെ മാരകമായി കൊല്ലാനാണ് ശ്രമിച്ചത്. അന്നും ജാതക ബലം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇന്നും ജാതക ബലം കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നെ വധിക്കാനാണ് ശ്രമിച്ചത്. സംഭവം അന്വേഷിച്ച ശേഷം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ KPCCക്ക് റിപ്പോർട്ട് നൽകുമെന്ന് കൊല്ലം DCC പ്രസിഡന്റ് ബിന്ദുകൃഷ്ണ പറഞ്ഞു. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ് വണ്ട് കയറ്റി തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് മുരളീധര പക്ഷവും ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് സ്ഥാപക ദിന പരിപാടിക്കെത്തിയ ഉണ്ണിത്താനെ കയ്യേറ്റം ചെയ്തതിൽ നടപടി സ്വീകരിക്കാൻ VM സുധീരന്റെ നിർദ്ദേശം. കൊല്ലം DCC പ്രസിഡന്റിനാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം കയ്യേറ്റം ഉണ്ണിത്താൻ സ്വയം ആസൂത്രണം ചെയ്തതാണ് എന്ന് മുരളീധരൻ വിശദീകരിച്ചു. ഉണ്ണിത്താനെ കയ്യേറ്റം ചെയ്ത 6 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പാർട്ടിയുടെ പിറന്നാൾ ദിന പരിപാടിയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ DCC ഓഫീസിന് മുന്നിൽ കയ്യേറ്റം ചെയ്തത്. 2004 ഗ്രൂപ്പ് യുദ്ധത്തിന് സമാനമായ സാഹചര്യം. തുടർന്ന് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ KPCCയുടെ നിർദ്ദേശം. ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനം. കയ്യേറ്റത്തിന് പിന്നിൽ തന്നെ അനുകൂലിക്കുന്നവരല്ലെന്ന് വിശദീകരിച്ച് മുരളീധരനും രംഗത്തെത്തി. എന്താ എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് എനിക്കുള്ളൂ. അത് ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഇങ്ങനെ എന്തോ സംഭവം ഉണ്ടായി നിങ്ങൾ പറഞ്ഞിട്ട് അറിഞ്ഞു, എനിക്കൊന്നും അറിയില്ല. ഹൈക്കമാൻഡിന്റെ വിലക്കിന് മുമ്പ് കെ മുരളീധരന്റെ പിന്തുണയുമായി ഉമ്മൻചാണ്ടിയും ഹസനും ഉൾപ്പെടെയുള്ള A ഗ്രൂപ്പ് നേതാക്കൾ. വിമർശനങ്ങളെല്ലാം എതിർപ്പുകളായിട്ട് ആരും കാണേണ്ടതില്ല. വിമർശനങ്ങൾ പലപ്പോഴും ശക്തിപ്പെടുത്താൻ സ്വയം വിമർശനം പോലും നമുക്ക് ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. വിലക്ക് വന്നതോടെ പ്രസ്താവന യുദ്ധം തൽക്കാലത്തേക്ക് നിന്നേക്കുമെങ്കിലും കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പ്രവർത്തനം കൂടുതൽ ശക്തമാകും. താഴെത്തട്ടിൽ ഉൾപ്പെടെ AI ഗ്രൂപ്പുകൾ രഹസ്യയോഗങ്ങൾ തീരുമാനിച്ചതായാണ് വിവരം. സുധീരനെ KPCC ആസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുവരെ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് A ഗ്രൂപ്പ് നിലപാട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിൽ പരസ്യ പ്രസ്താവന നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് പറഞ്ഞു. നേതാക്കളുടെ പ്രസ്താവനകൾ തന്നെ മുറിവേൽപ്പിച്ചു എന്ന് AK ആന്റണി പ്രതികരിച്ചു. കോൺഗ്രസിലെ വാക്പോര് തെരുവ് യുദ്ധമായി വളർന്ന ഘട്ടത്തിലാണ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടത്. നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തുന്നത് ഹൈക്കമാൻഡ് കർശനമായി വിലക്കി. വിലക്ക് ലംഘിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും AICC നേതൃത്വം മുന്നറിയിപ്പ് നൽകി. പാർട്ടിയിലെ ആഭ്യന്തര വിഷയങ്ങൾ പൊതുവേദിയിലല്ല മറിച്ച് പാർട്ടി വേദിയിലാണ് പറയേണ്ടതെന്ന് കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് പറഞ്ഞു. Some Congress party leaders in Kerala have been making public statements on internal party issues. This is not an accepted practice in our party. Rather, we believe that such public statements on internal party issues adversely affects the functioning of the party. കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന പരസ്പരം ചെളിവാരിയേറിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച് AICC പ്രവർത്തക സമിതി അംഗം AK ആന്റണിയും രംഗത്തെത്തി. നേതാക്കളുടെ ഏറ്റുമുട്ടൽ തന്നെ മുറിവേൽപ്പിച്ചുവെന്ന് ആന്റണി പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ കാര്യങ്ങൾ എനിക്ക് വളരെ എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ച വേദനിപ്പിച്ച സംഭവങ്ങളാണ്. അത് ആവർത്തിക്കാതിരിക്കാൻ എൻ്റെ എല്ലാ സഹപ്രവർത്തകന്മാരും ശ്രമിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും AK ആന്റണി അഭ്യർത്ഥിച്ചു. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉണ്ണിത്താൻ നടത്തിയത് അപമാനകരമായ പരാമർശമാണെന്ന് MM ഹസൻ. മുരളീധരൻ നടത്തിയത് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ്. അതിനെ സ്വയം വിമർശനപരമായിട്ടാണ് കാണേണ്ടിയിരുന്നത് എന്നും MM ഹസൻ പറഞ്ഞു. എന്നാൽ
ഉണ്ണിത്താന് എതിരെ ഇന്നുണ്ടായ കയ്യേറ്റം ശരിയായില്ല. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നു എന്ന വാർത്ത മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും എം ഹസൻ പറഞ്ഞു. വളരെ ക്രിയാത്മകമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. കാരണം പാർട്ടിക്ക് ദൗർബല്യം ഉണ്ട്. അത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം പരസ്യമായി പറഞ്ഞതാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതൊന്നും സംഭവിക്കാത്തത് കൊണ്ട് പാർട്ടി ഇപ്പോഴും ദുർബല സ്ഥിതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മുരളി പറഞ്ഞത്. ആ പറഞ്ഞതിനെ മറ്റൊരു രീതിയിൽ വ്യക്തിപരമായി മുരളിക്കെതിരെ ഒരു അധിക്ഷേപം നടത്തിയത്, അതിനോടുള്ള ഒരു പ്രതികരണം നടത്തിയത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ചെളി വാരിയെറിഞ്ഞ് പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കരുത് എന്ന് വി ഡി സതീശൻ. ഇക്കാര്യം നേതാക്കളോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു. ഞാൻ ഇരു കൈകളും കൂപ്പി വിനയപൂർവ്വം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്ത് പരസ്പരം ചെളിവാരി എറിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കരുത് എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിക്കുന്നു. RSS ക്യാമ്പിലെ ആയുധ പരിശീലന ദൃശ്യങ്ങൾ പീപ്പിൾ ഒളി ക്യാമറയിൽ. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് മൊത്തം 30 ക്യാമ്പുകളാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രം 4 ക്യാമ്പുകൾ. പുലരും മുൻപേയുള്ള ആയുധ പരിശീലനം കനത്ത കാവലിലാണ് നടക്കുന്നത്. 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ആയുധ പരിശീലനം. ദണ്ഡ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിനുള്ള പരിശീലനമാണ് ഇതിൽ മുഖ്യം. ആക്രമിക്കലാണ് നല്ല പ്രതിരോധം എന്നാണ് ക്യാമ്പിന്റെ മുദ്രാവാക്യം. പ്രാഥമിക ശിക്ഷണ ശിബിരം എന്ന പേരിലാണ് RSS സംസ്ഥാന വ്യാപകമായി ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ ക്യാമ്പുകളുടെ മറവിലാണ് ആയുധ പരിശീലനം. രഹസ്യമായി നടത്തുന്ന ആയുധ പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ഒളി ക്യാമറയിൽ പകർത്തി. പതിമൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് ആയുധ പരിശീലനം നൽകുന്നത്. ദണ്ഡ ഉപയോഗിച്ചുള്ള പരിശീലനമാണ് മുഖ്യം. മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതിനും കൊല്ലുന്നതിനും ദണ്ഡ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നാണ് പരിശീലിപ്പിക്കുന്നത്. കൈകാൽ ഉപയോഗിച്ച് എതിരാളികളെ കീഴ്പ്പെടുത്താനുള്ള പരിശീലനവും നൽകുന്നുണ്ട്. സംസ്ഥാനത്താകെ 30 ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ. പുലർച്ചെ 3 മണി മുതലാണ് ആയുധ പരിശീലനം ആരംഭിക്കുന്നത്. പ്രദേശത്തേക്ക് ഒരു ഈച്ച പോലും കടക്കാത്ത തരത്തിൽ കനത്ത സുരക്ഷയാണ് RSS ഒരുക്കിയിരിക്കുന്നത്. ആക്രമിക്കലാണ് നല്ല പ്രതിരോധം എന്നതാണ് ക്യാമ്പുകളുടെ മുദ്രാവാക്യം. വ്യക്തിത്വ വികസനത്തിനായുള്ള ക്ലാസുകൾ എന്ന പേരിലാണ് കുട്ടികളെ ആകർഷിക്കുന്നത്. ഡിസംബർ 24-ന് ആരംഭിച്ച ആയുധ പരിശീലന ക്യാമ്പ് ജനുവരി 1-ന് സമാപിക്കും. സംസ്ഥാന വ്യാപകമായി RSS സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൂക്ഷ്മമായി നിരീക്ഷിച്ച ഞങ്ങൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. ചെറിയ കുട്ടികളെ പോലും ആക്രമണകാരികളാക്കി മാറ്റുന്ന പരിശീലനമാണ് ഇവിടങ്ങളിൽ നടക്കുന്നത്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. PT കുഞ്ഞിമുഹമ്മദിന്റെ പുതിയ ചിത്രം വിശ്വാസപൂർവ്വം മൻസൂർ ചിത്രീകരണത്തിന് ഒരുങ്ങുന്നു. റോഷൻ മാത്യു, പ്രയാഗ മാർട്ടിൻ, ഗൗതമി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വെർജിൻ പ്ലസ് മൂവീസിന് വേണ്ടി KV മോഹനാണ് ചിത്രം നിർമ്മിക്കുന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം PT കുഞ്ഞിമുഹമ്മദ് ഒരുക്കുന്ന ചിത്രമാണ് വിശ്വാസപൂർവ്വം മൻസൂർ. വർത്തമാന കാലഘട്ടത്തിലെ പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഒരു കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മയും മകളും വടക്കൻ മലബാറിലെത്തുന്നതും ഒരു വീട് ഇവർക്ക് അഭയം നൽകുന്നതിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ഇതിനിടെ ഇവർക്ക് അഭയം നൽകിയ ചെറുപ്പക്കാരൻ രാജ്യസ്നേഹം തെളിയിക്കപ്പെടേണ്ട അവസ്ഥയിലെത്തുന്നു. വടക്കൻ മലബാറിലെ ഗ്രാമത്തിലെ കഥയിലൂടെ ദുരിതപൂർണമായ വർത്തമാന കാലഘട്ടം ചിത്രം കൈകാര്യം ചെയ്യുന്നു. വളരെ സമാധാനത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അവരൊന്നും പ്രതീക്ഷിക്കാതെ, അവരൊന്നും ചെയ്യാതെ കടന്നു വരുന്ന ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒരു ഒഴുക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രതിപാദ വിഷയം. ശ്വേതാ മേനോൻ, രഞ്ജി പണിക്കർ, VK ശ്രീരാമൻ തുടങ്ങിയവരും ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നു. ജയകൃഷ്ണൻ കാവലിന്റെ കഥയ്ക്ക് സംഭാഷണവും തിരക്കഥയും ഒരുക്കിയത് PT കുഞ്ഞുമുഹമ്മദ് തന്നെയാണ്. രമേശ് നാരായണന്റേതാണ് സംഗീതം. ന്യൂസ് ബ്യൂറോ. കാജു കാരോ കരാട്ടെ അക്കാദമി കൊടശ്ശേരി സംഘടിപ്പിച്ച കരാട്ടെ പ്രദർശനം ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്നുണ്ടായ കരാട്ടെ പ്രദർശന മത്സരത്തിൽ പങ്കെടുത്ത് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ബെസ്റ്റ് ഡെമോ ഫൈറ്റ് ട്രോഫി കരസ്ഥമാക്കി. MCR മുണ്ടുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം തിരുവനന്തപുരം പാളയത്ത് ആരംഭിച്ചു. MA ചാക്കോയും TA ഏലിയാമ്മ ചാക്കോയും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. MCR ചെയർമാൻ റോബിൻ, മാനേജിംഗ് ഡയറക്ടർ റിക്സൺ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു.